നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. 8.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ വിചാരണ ആരംഭിക്കുന്നു. ഈ മാസം 29-ന് CCTV ദൃശ്യങ്ങളുടെ പരിശോധന നടത്തും. ഫൈസൽ കൊല്ലപ്പെട്ട 2016 നവംബർ 19-ലെ വിവിധ കടകളിൽ നിന്നും പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങളാണ് കോടതി വക്കീലന്മാരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുക. കൊടിഞ്ഞി പാലാ പാർക്ക് മുതൽ ഫൈസൽ സഞ്ചരിച്ച ഓട്ടോറിക്ഷയെ കൊലയാളി സംഘം 2 ബൈക്കുകളിലായി പിന്തുടരുന്ന ദൃശ്യങ്ങളുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഫൈസൽ കൊല്ലപ്പെട്ട കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ സംഭവം നടക്കുമ്പോൾ ദൃക്സാക്ഷികളായവരുടെ CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചിരുന്നു. ഇതും കോടതി പരിശോധിക്കും. കേസ് വിചാരണയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ നാട്ടിൽ മറ്റു അക്രമങ്ങളിലേക്ക് പോകാതിരിക്കാൻ SP-യുടെ നേതൃത്വത്തിൽ തിരൂരിൽ യോഗം ചേർന്നു. ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPS-ന്റെ നേതൃത്വത്തിൽ തിരൂർ DYSP ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. കുമാരൻകുട്ടി, അഭിഭാഷകരായ ഫവാദ് പത്തൂർ, മുബഷീർ, കോഴിക്കോട് വിജിലൻസ് SP-യും തുടക്കത്തിൽ ഫൈസൽ കേസ് അന്വേഷിച്ചിരുന്ന PM പ്രദീപ്, DYSP-മാരായ മൂസ വള്ളിക്കാടൻ, മുഹമ്മദ് ഹനീഫ, തിരൂരങ്ങാടി CI B. പ്രദീപ് കുമാർ, SI സന്തോഷ് എന്നിവർ സംബന്ധിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.